യെസ്, അമീർ അജ്മൽ. എന്റെ ബാപ്പ, എനിക്കെന്റെ ബാപ്പയെ കാണണം. നിന്റെ ബാപ്പ മോനെ മോനെ കാസിം കടന്നു പോയി എന്റെ മുന്നിൽ ഇല്ലെങ്കിൽ കൊന്നു കുഴിച്ചുകൊടും ഞാൻ. അമീർ. അതെ ഉമ്മ, അമീർ. ഉമ്മാക്കും റസിയാക്കും അംഗീകരിക്കാനാവാത്ത അമീർ അജ്മൽ. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ഇപ്പോഴും എന്നോട് വെറുപ്പാണ്. അങ്ങനൊന്നും പറയില്ലേ മോനെ. വാ, അകത്തേക്ക് വാ. മയ്യത്തായ കാസിംകാടെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്നെ ഒരിക്കലും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഉമ്മ രണ്ടാണെങ്കിലും ഒരേ ബാപ്പയുടെ മക്കളാ ഞങ്ങൾ രണ്ടാളും. ഞാനങ്ങനെ കണ്ടിട്ടുള്ളൂ. അന്ന് ഏതൊരു ഭാര്യയ്ക്കും തോന്നുന്ന വെറുപ്പോ ഇഷ്ടക്കേടും മാത്രമേ നിന്നോടും നിന്റെ ഉമ്മയോടും എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതൊന്നും നീ കാര്യമാക്കരുത്. റസിയ, ഇക്കായെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്? എങ്ങനെ കാണാനാ? പല പ്രാവശ്യം നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചു വന്നപ്പോഴൊക്കെ കാസിംക ഒരിക്കൽ പോലും അതിനെന്നെ അനുവദിച്ചില്ല. എന്തിന്? എൻ്റെ ബാപ്പ മയ്യത്തായപ്പോൾ പോലും ആ രക്തത്തിൽ പറഞ്ഞ എനിക്ക് ഒന്ന് കാണാൻ പോലുമുള്ള അനുവാദമില്ലായിരുന്നു. അതൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയല്ല ഉമ്മ ഞാനിപ്പോൾ വന്നത്. തെറ്റുകുറ്റങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണെങ്കിലും കാസിംകായെ കൊന്നവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങളെ രണ്ടുപേരെയും ഷാർജയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അത് വേണ്ട അമീർക്ക. അത് വേണം റസിയ. നിങ്ങൾ ഇനി ഇവിടെ തനിച്ചു കഴിയണ്ട. അത് പോട്ടെ. ഇക്കായോടൊപ്പം ജയിലിലുണ്ടായിരുന്ന ബാപ്പയുടെ വലങ്കൈ അലിഖാൻ, അവനിപ്പോൾ എവിടെയുണ്ട്?
സെല്ലിലടക്കി. Excuse me, sir. I am Amir Ajmal from Sharjah. യെസ്. അലിഖാൻ, നിങ്ങൾക്കൊരു വിസിറ്റർ ഉണ്ട്. അലി ഖാൻ, എൻ്റെ ഇക്ക കാസിം ബായി കൊല്ലപ്പെട്ടത് എങ്ങനെയാണ്? നീ അറിയാതെ എൻ്റെ ഇക്ക കൊല്ലപ്പെടില്ല. ബതാओ. മേരാ കാസിം ബായി കോ ക്യാ ഹുവാ? നിർത്തടാ. ഇക്കയുടെ കൊലയാളി അന്വേഷിച്ചു വന്നിരിക്കുന്നു. ഇത്രയും കാലം നീ എവിടെയായിരുന്നു? ഇതിനു മുമ്പ് ഒരിക്കൽ പോലും നീ കാസിംബായിനെ കാണാനോ അന്വേഷിക്കാനോ വന്നിട്ടുണ്ടോ? ഇപ്പൊ മയ്യത്തായി അറിഞ്ഞപ്പോ ബന്ധം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു. എന്നടാ നിനക്കിങ്ങനെ ഒരു ഇക്കുണ്ടായത്? അലി ഖാൻ, ഏയ്, ആലറി വിളിച്ച അലിഖാനെ ഭയപ്പെടുത്താൻ നോക്കണ്ട. ഇക്കാലം അത്രയും ഒരുമിച്ചുണ്ടായിരുന്ന എന്റെ കാസിംബായി മരിച്ചു, അല്ല കൊന്നു. അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല. നടക്ക് പോവാം. എൻ്റെ ഇക്കായെ കൊന്ന ചെകുത്താൻ ഏത് നരകത്തിൽ ചെന്ന് ഒളിച്ചാലും ശരി, ഈ അമീർ അജ്മൽ കണ്ടെത്തിയിരിക്കും. ഇക്കണക്കിന് നമുക്ക് ഉടനെ അങ്ങ് തിരിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഫോട്ടോകൾ വെച്ച് എല്ലാ എയർപോർട്ട് ഇമിഗ്രേഷനിലും റിപ്പോർട്ട് പോയിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ചക്ക് മുമ്പ് ബാംഗ്ലൂർ എത്തിയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ചെല്ലണ്ടെന്നാ മാനേജർ പറഞ്ഞത്. എല്ലാത്തിനും കാരണക്കാർ ഈ അച്ഛൻ ഒറ്റ ഒരുത്തന. അച്ഛൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ പോയതുകൊണ്ടല്ലേ കുഴപ്പം മുഴുവനുണ്ടായി. അത് ശരിയാണ്. ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിച്ചാൽ മതിയായിരുന്നു. ഈടാ അതുവരെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന എന്തുറപ്പ്? ഓ, അത് ശരിയാ. ഇന്നലെയും കൂടി അച്ഛന്റെ പ്രാർത്ഥന ഞാൻ കേട്ടതാ. എന്നെ പെട്ടെന്ന് അങ്ങ് എടുത്തകണ കർത്താവെന്ന്. സത്യം വെളിയിൽ വരണം. ആരായിരിക്കും ഈ കാസിം ബായിയെ കൊന്നത്? ആ കൊന്നവന്റെ നമ്പർ കിട്ടിച്ചിരുന്നെങ്കിൽ നമുക്കൊന്ന് വിളിച്ചു ചോദിക്കാമായിരുന്നു. എടാ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചാൽ കിട്ടൂലേ? ഒന്ന് പോടപ്പാ. പോലീസുകാർക്ക് കൊലപാതകം കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ, നമ്പർ കണ്ടുപിടിക്കാനുള്ള ബുദ്ധി അവർക്കില്ല. ഒന്ന് വാ അടയ്ക്കുന്നുണ്ടോ? ആ, എനിക്കൊരു ബെസ്റ്റ് ഐഡിയ കിട്ടിയിട്ടുണ്ട്, വേണമെങ്കിൽ പറഞ്ഞുതരാം. എന്താണോ ഐഡിയ? കേക്കട്ടെ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ വേഷവും കെട്ടി നമുക്ക് തന്നെ ഈ കേസ് അന്വേഷിക്കാൻ ഇറങ്ങിയാലോ? നിർത്തി. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്നിട്ട് വേണം ആൾ മാറാട്ടത്തിന് പോലീസുകാർ നമ്മളെ എടുത്തിട്ടിരിക്കാൻ. ഒരുത്തരം നിപ്പ് കണ്ടില്ലേ? ഇവന് മാത്രം ഒരു ടെൻഷനും ഇല്ല. നീ എന്താ ഇത്രയ്ക്ക് ആലോചിച്ച് കൂട്ടുന്നത്? ജയിലിലെ പ്രോഗ്രാമിന് ശേഷം ഏതോ റിലേറ്റീവിനെ കാണാൻ പോയി നീ സത്യത്തിൽ എങ്ങോട്ടാ പോയത്? അത് ഞാൻ എന്റെ ഒരു ആന്റിയെ കാണാൻ പോയതാ. നിന്റെ ഒരു ആന്റി? നീ പണ്ടേ ചുറ്റിക്കളിക്കാരനാ, ഞങ്ങൾക്കറിയാം. സത്യം പറ, നിനക്ക് ഈ കൊലയായിട്ട് എന്താ ബന്ധം? അതെടാ, കാസിം ബായിയെ കൊന്ന ഞാനാ. എന്ത് വേണം? ആ, അപ്പൊ നമ്മ രക്ഷപ്പെട്ട്. കയ്യോടെ ജിമ്മിച്ചാരെ പിടിച്ച് പോലീസിലേപ്പിച്ച നമുക്ക് തടിയൂരല്ല. വിളിക്കേ, അകത്താവുന്ന ഞാൻ മാത്രമല്ല. വിളിക്കേ, കണ്ടുപിടിക്കാറിയിരിക്കും. എന്റെ മാതാവേ, ഏത് നേരത്താ എനിക്ക് ജയിലിലെ പ്രോഗ്രാം പിടിക്കാൻ തോന്നിയത്? എല്ലാ ശത്രുക്കളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ, എന്നെ ഭയപ്പെടുത്തരുതേ. എന്താടാ ഇത്? അച്ഛനല്ലേ പറഞ്ഞ കൊതുവിനെ കൊല്ലാനായിട്ട്. എന്നിട്ട് കൊതുകിനെ കൊന്നാ? എല്ലാ കൊതുവിനെ കൊന്നു. പിന്നെന്താടാ ഇവിടെ കിടന്നിട്ട് മൂളിച്ച? അതെ, ചത്ത കൊതുവിന്റെ ഭാര്യയും മക്കളും കരയുന്നതാണ്. ഐറ്റുകൾക്കില്ല സങ്കടം. നീ ഇങ്ങനെ അടുത്ത് വന്നേ. എന്താടാ ഇവിടെ ഒരു സ്മെല്ല്? നീ കുടിച്ചിട്ടുണ്ടാ? അയ്യോ, സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ലോ. നോണ പറയണ്ട, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ, ഇന്നത്തെ കോട്ട കഴിഞ്ഞ് നാളെ തന്നാ മതി. മോനെ, ദിവസവും ഇത് വലിച്ചു കയറ്റി അത് നിനക്കൊരു ശീലാവില്ലേ? അങ്ങനെയൊന്നും ഇല്ലച്ചോ. കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് ഞാൻ ഡെയിലി ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക. പക്ഷെ ഇതുവരെ എനിക്ക് ശീലമായിട്ടില്ല. നിന്നെയൊക്കെ ഇവിടെ പൊറപ്പിക്കുന്ന എന്നെ വേണം തല്ലാൻ. അതിനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക് അച്ഛനോട് ബഹുമാനം കൊള്ളതാ. ഞാൻ ആ ഭാര്യ മക്കളെ കൊല്ലട്ടെ. ആരുടെ? അല്ല, ചത്ത കൊതിന്റെ ഭാര്യ മക്കളെ. അമ്പടി ഭാര്യ. കള്ളു കുടിച്ചാ ഇങ്ങനെ ബോധം പോവും എന്റെ കർത്താവേ. ഹായ് ജിമ്മി. ഹായ്, റെഡ് റോസ്, ചുവപ്പ് റോജാക്കൾ. എന്താ ഇഷ്ടായോ? ഇഷ്ടായി.
ജണ്ടുമല്ലി എനിക്ക് ഇഷ്ടമാണെന്ന് എന്റെ കരീനക്കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി? ഇതിലെന്ത് മനസ്സിലാക്കാനിരിക്കുന്നു? പ്ലാസ്റ്റിക് പൂക്കളുടെ വരവോടുകൂടി അന്യം നിന്നുപോയ ഈ പ്രേമ പുഷ്പം എനിക്ക് സമ്മാനിച്ച എന്റെ പ്രിയങ്കരിയായ അന്ന കരീനയ്ക്ക് എന്റെ ഹാർട്ടിന്റെ വെൻട്രിക്കിൽ നിന്നും 1000 നന്ദി. ഓഹോ, അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൂടി ഉണ്ടല്ലേ? ഉണ്ടോന്നോ? പണ്ട് ചെണ്ടുമല്ലി വേണമെന്ന് വാശി പിടിച്ച് കരഞ്ഞതിന്റെ പേരിൽ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഒത്തിരി തല്ലെനിക്ക് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ ഈ ചെണ്ടുമലയിലിരിക്കുന്ന വണ്ടിനെ പോലുള്ള എന്റെ കൊച്ചാണ്ടിക്ക് വേണ്ടി ഞാനിത് കൊണ്ടുവന്നത്. താങ്ക്സ്. പൂക്കളിൽ വെള്ള റോസ് മനോഹരിയാണെങ്കിലും മണപ്പിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ മൂക്കിൽ പുഴുകേറാൻ സാധ്യതയുണ്ട്. സത്യത്തിൽ ഉണ്ണിയൊരു കവിയാണല്ലേ? ആവേണ്ടതായിരുന്നു. പക്ഷേ കൗമാരം വിടരും മുമ്പേ ജീവിതത്തിന്റെ ദുരാവസ്ഥയിൽ ആ കവിത്വത്തിന്റെ ഷഡ്ജ കീറിപ്പോയി. പിന്നെ കുടുംബമായി, കുട്ടികളായി, അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി. ഓ, ഒരു സർപ്രൈസ്. പക്ഷേ ഉണ്ണി ഇപ്പോഴും സ്മാർട്ടാണ്. താങ്ക് യു. കരീനക്കുട്ടിക്കറിയോ, എന്റെ ഈ രൂപം മാത്രമേ കറുത്തതായിട്ടുള്ളൂ. ഓഹോ, മനസ്സ് നല്ല വെളുവെളാന്ന് വെളുത്തതാ. ശ്രീകൃഷ്ണന്റെ 7 അഴകുള്ള കറുപ്പ എന്റെ കൊച്ചാണ്ടിക്ക് പുല്ലാങ്കുടൽ ഊതുന്ന കള്ള കണ്ണന്റെ നിറം. കരീന എന്നെ കരിവർണ്ണനാക്കി മാറ്റിയത് ഞാൻ ഓർത്തു പോയതാ. പക്ഷെ എന്ത് ചെയ്യാം, ഇത്ര നല്ലൊരു മനസ്സുണ്ടായിട്ടും ഇങ്ങനൊരു മർഡർ കേസിൽ വന്ന് പെട്ടില്ലേ? ജയിലിനകത്ത് ടൈറ്റ് സെക്യൂരിറ്റി കഴിയുന്ന കാസിം ബായിയെ പോലെ ഒരു ക്രിമിനലിനെ ഞങ്ങൾ എങ്ങനെ കൊല്ലാനാ? ഏതായാലും അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്റെ ഭാഗ്യം അല്ലേ ജിമ്മി? അതുകൊണ്ടാണല്ലോ എനിക്ക് കരീനയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത്. ഇനി ഭാര്യ അറിയാതെ ഈ ബന്ധം എങ്ങനെ തുടരാമെന്നാണ് നോക്കേണ്ടത്. ബിൽ ക്ലിന്റന്റെ ആത്മകഥയുടെ ഒരു കോപ്പി ഇന്ന് തന്നെ വാങ്ങണം. മിസ്റ്റർ ഫൈസൽ മുഹമ്മദ്, വേറെ ഏതെങ്കിലും പബ്ലിക് പ്ലേസിൽ വെച്ചല്ല, സെൻട്രൽ ജയിലിനകത്ത് വെച്ചാൽ ഞങ്ങളുടെ കാസിംക കൊല്ലപ്പെട്ടത്. അതും പൂർവ്വ വൈരാഗ്യം വെച്ചുകൊണ്ടുള്ള പക തീർക്കൽ. ആ മിമിക്രിക്കാരാണ് അതിന്റെ പിന്നിലെന്ന് സകല പത്രങ്ങളും മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടും അവർ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വൈ? എക്സ്ട്രീംലി യു ആർ മിസ്റ്റേക്കൺ മിസ്റ്റർ അമീർ. പത്രങ്ങളും ചാനലുകളും പ്രവചിക്കുന്ന പോലെ കുറ്റവാളികളെ കണ്ടെത്താനുള്ള ജ്യോതിഷ കാര്യാലയമല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റ്. സംശയത്തിന്റെ പേരിൽ കൈ കിട്ടുന്നവരെയൊക്കെ തല്ലിച്ചതച്ച് കുറ്റം തെളിയിക്കുന്ന ആ ബ്രൂട്ടാലിറ്റിയുടെ കാലമൊക്കെ കഴിഞ്ഞു പോയില്ലേ മിസ്റ്റർ അമീർ? ഇരുമ്പൊലൊക്കെ വിഴുങ്ങിയിട്ട് ദഹനത്തിനായി ചുക്കുവെള്ളം കുടിക്കുക, അതുപോലുള്ള ഫൂളിഷ്നെസ് നിങ്ങൾ ഈ പറയുന്നത്. ഡിപ്പാർട്ട്മെന്റിന് അതിന്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതനുസരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സോറി, നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. ഞങ്ങളുടെ കാസിംക മരിച്ചിട്ട് ഇത്രയും മാസമായിട്ടും യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ കഴിയാത്തതുള്ള വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഞങ്ങളുടെ ബാപ്പയും ഇതുപോലെ തന്നെ ജയിലിൽ കിടന്നാ മരിച്ചത്. ബാപ്പയുടേതുപോലെ ഇക്കയുടെ മരണവും തെളിയിക്കപ്പെടാതെ പോകരുത്. ഒക്കെ എനിക്കറിയാം റസിയ. എത്രയും പെട്ടെന്ന് യഥാർത്ഥ കൊലയാളി പോലീസിന്റെ പിടിയിൽ വീണിരിക്കും. മിസ്റ്റർ ഫൈസൽ സർ, DIGയുടെ നേർക്ക് വരെ കയ്യേറ്റം ചെയ്തിട്ടുള്ളവനായി ഈ കാസിം. എന്നിട്ടും അവന്റെ പേരിൽ ഒരു ആക്ഷൻ പോലും എടുക്കാതിരുന്നത് പാർട്ടിയിലുള്ള അവന്റെ സ്വാധീനം കൊണ്ടാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഒറ്റപ്പെട്ട സെല്ലില അവനിവിടെ കഴിഞ്ഞിരുന്നത്. എന്നാലും വാളെടുത്തവൻ വാളാലെ എന്നാണല്ലോ, അത് തന്നെ സംഭവിച്ചു. ഈ കൊലപാതകത്തിന് പിന്നിൽ ആരായിരിക്കാമെന്നാണ് സാർ സംശയിക്കുന്നത്? അന്ന് ആ മിമിക്രിക്കാരുമായി ഉണ്ടായ ഇഷ്യൂ വെച്ച് നോക്കുമ്പോൾ ഐ തിങ്ക് ദേ ആർ ബിഹൈൻഡ് ദിസ് മർഡർ. ഇവിടെ കനത്ത പോലീസ് കസ്റ്റഡി കഴിയുന്ന കാസിം ഭായിയെ പോലൊരു ഭീകരനെ ആ പാവം മിമിക്രിക്കാർക്ക് എങ്ങനെ കൊലപ്പെടുത്താൻ കഴിയും സാർ? സാറിനെ പോലെ ബ്രില്യന്റ് ആൻഡ് എഫിഷ്യന്റ് ജയിൽ സൂപ്രണ്ടിന്റെ കണ്ണുകൾ വെട്ടിച്ച്, അതും 24 hours റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്യപ്പെടുന്ന ഈ ക്ലോസ് സർക്യൂട്ട് ക്യാമറ ഫെസിലിറ്റി ഉള്ളപ്പോൾ എങ്ങനെയാണ് സാർ? ദാറ്റ്സ് ഇംപോസിബിൾ. യെസ്, യു ആർ ദേർ. പക്ഷെ അന്ന് രാത്രി ഈ ക്യാമറ വർക്ക് ചെയ്തിരുന്നില്ല. പുതിയ എക്യുപ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പലപ്പോഴും ഇത് ഇങ്ങനെ തന്നെയാണ്. ആ, ഒരു കണക്കിന് ഇവനെ പോലുള്ള ക്രിമിനൽസ് ജീവിച്ചാലെന്താ മരിച്ചാലെന്താ? ആർക്കാ ഈ കേസിലൊക്കെ താല്പര്യം? സർക്കാരിനോ, നാട്ടുകാർക്കോ, കുടുംബക്കാർക്കോ? ആർക്കും ഉണ്ടാവില്ല. പിന്നെ തന്റെ ചൂടും ചുണയൊക്കെ പുതുതായി ശരീരത്തിൽ കയറിയ ഈ കാക്കിയുടെ ആവേശ. ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അനുഭവം പക്വതയാവുമ്പോ സ്വയം നമുക്ക് തോന്നും അത്രയ്ക്കൊന്നും ആവേശം വേണ്ടിയിരുന്നില്ല എന്ന്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാല്യുബിൾ അഡ്വൈസ്. ഹായ് ജിമ്മി. ഹായ് കരീന. കരീന 2 ദിവസമായി കണ്ടില്ലല്ലോ. നല്ല സുഖമില്ലായിരുന്നു. അയ്യോ, എന്ത് പറ്റി? ഒന്നുമില്ല, ചെറിയൊരു സിക്നസ്, ദാറ്റ്സ് ഓൾ. ഓ, അത്രേ ഉള്ളോ? എന്നാലും 2 ദിവസം കരീന ആബ്സെന്റ് ആയപ്പോ ഞാൻ വല്ലാതെ അപ്സെറ്റ് ആയിപ്പോയി, അറിയോ?
എനിക്കും അത് ഫീൽ ചെയ്തു. റിയലി? കരീന, എന്റെ മനസ്സ് തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യം പറയാനാ ആരും കാണാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. പറയട്ടെ? പറഞ്ഞോളൂ. കരീനക്കറിയോ, ഞാനും എന്റെ വൈഫുമായിട്ട് നല്ല ടേംസിലല്ല. അയ്യോ, അതെന്ത് പറ്റി? ഓ, അതൊക്കെ പറയാതിരിക്കുന്നതാ നല്ലത്. കരീനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്റെ വൈഫിനെ ആ നിമിഷം ഡൈവേഴ്സ് ചെയ്യാം. ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതി. അയ്യോ, ആരോ വരുന്നുണ്ട്, ബാക്കി ഞാൻ പിന്നീട് പറയാം. കരീന, ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ ഫ്രാങ്ക് ആയിട്ടുള്ള ഒപ്പീനിയൻ എനിക്ക് കിട്ടണം. കിട്ടുമോ കരീന? എന്താ ഉണ്ണി? വേറൊന്നുമല്ല, ഈ ചിന്ന വീടിനെ കുറിച്ച് കരീനയുടെ അഭിപ്രായം എന്താ? ചിന്ന വീടോ? അതെന്താ? അറിയില്ലേ? ഇല്ല. തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന ഒരു തരം ദാമ്പത്യ അറേഞ്ച്മെന്റാ. ഓ, ഭാര്യ ഉള്ളപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട മറ്റൊരു പെൺകുട്ടിയെ വേറൊരു ചെറിയ വീട്ടിൽ താമസിപ്പിക്കുന്നതിനാ ചിന്ന വീടെന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ സ്മോൾ ഹൗസ് എന്ന് പറയും. വിവരമില്ലാത്തവര് സ്റ്റെപ്പിനി എന്നും പറയും. എന്തിനാ ഇപ്പോ എന്നോട് ഇതൊക്കെ പറയുന്നേ? എന്റെ ഒരു അവസ്ഥ ഇപ്പൊ അങ്ങനെയാ കരീന. ഏകപത്നി വ്രതം അതൊരു പഴഞ്ചൻ കോൺസെപ്റ്റാ. നമുക്കതൊന്ന് പൊളിച്ചെഴുതണം. തുറന്ന് ഓപ്പൺ ആയിട്ട് പറയാ, അവന്മാരാരും അറിയണ്ട. എന്റെ ചിന്ന വീട്ടിലേക്ക് ഞാൻ കരീനെ ഹാർദമായി സ്വാഗതം ചെയ്യുക. വരില്ലേ? ആരോ വരുന്നുണ്ട്, നമുക്ക് പിന്നെ കാണാം. എന്താ ഇങ്ങനെ മൂടി പൊതച്ച് വന്നിരിക്കുന്നേ? ആരെങ്കിലും കണ്ടാലോ എന്ന് പേടിച്ചിട്ടാ? ഏയ്, ഈ ലോകത്ത് ആര് കണ്ടാലും, ഈ പ്രപഞ്ചം മൊത്തമായിട്ട് എതിർത്താലും എന്റെ ഈ റൊമാൻസിന് ഒരു വൈബ്രേഷൻ ഉണ്ടാവൂല. എനിക്ക് ഈ ലോകത്ത് വേറെ ആരുമില്ല, എന്റെ കരീന കുട്ടിയല്ലാതെ. അയ്യോ അയ്യോ, എന്താ ഇങ്ങനെ ചുമക്കുന്നേ? ഏയ്, ചെറിയൊരു സിക്കൻസാ. പക്ഷെ അത്ര തിക്കൻസ് ഒന്നുമില്ല. അല്പം കൂടി ഡോസ് കൂടിയ മെഡിസിൻ കഴിച്ചാൽ വേഗം ഡൈലൂട്ടായി പോകാവുന്നതേ ഉള്ളൂ. ഈ സമയത്ത് ഇങ്ങനെ പനി വരാതെ സൂക്ഷിക്കേണ്ടതായിരുന്നില്ലേ? അത് ഞാനൊരു റിസർച്ച് നടത്തി നോക്കിയതല്ലേ. റിസർച്ചോ? അതെ, പനിക്കുള്ളൊരു ഗുളിക ഫ്രീ ആയി കിട്ടിയപ്പോൾ പനി വരുമോ എന്നറിയാൻ വേണ്ടി ഞാൻ മഴയത്ത് പോയി നിന്നു. പരീക്ഷണം സക്സസ് ആയി, പനി വന്നു. പക്ഷേ പല ഗുളികകളും മാറി മാറി കഴിച്ചിട്ടും പരീക്ഷമേ മാറണില്ല. കരീനക്കുട്ടി പറയൂ, ഏട്ടൻ ഇനി എന്താ ചെയ്യേണ്ടത്? ശ്രീകൃഷ്ണന്റെ രൂപചൈതന്യമുള്ള ആളാണല്ലോ. അതെ അതെ, ഭഗവാൻ തന്നെ കൊച്ചാന്റിയെ കാത്തോളും. താങ്ക് യു. അയ്യോ, ആരോ വരുന്നുണ്ട്. കുട്ടിമൊക്കെ ഞാൻ വരാം. എല്ലാം സെറ്റായി വരായിരുന്നു. ഇവിടെ വിളിക്കാം. നിനക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ടടാ. കരീന എന്റെ പ്രേമാഭ്യർത്ഥന ഒരിക്കലും നിഷേധിക്കില്ല. അത് തന്നെയാണ് എന്റെയും വിശ്വാസം. എന്റെയും. ആഹാ, നീയോ ഉണ്ടോ? നീ എന്താ ഇവിടെ? ഞാൻ ഇതിനകത്ത് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ വന്നതാ. ഞാൻ ഇവിടെ കാറ്റ് കൊള്ളാൻ വന്ന. ഇതിനകത്ത് കാറ്റോ? അതെ. ശബ്ദമുണ്ടാക്കല്ലേ, ഞാനൊരു സിനിമ കണ്ടോണ്ടിരിക്കുക. അച്ഛൻ വന്നേ. കലാദർശനയുടെ പുതിയൊരു ഐറ്റം ഞാൻ ഇവിടെ കാണിക്കാൻ പോവുക. എന്താ അത്? അച്ഛൻ ഞാൻ മിമിക്രി മാത്രമല്ല, നല്ലൊരു മജീഷ്യൻ കൂടിയാണ്. ആണോ? എന്നാ അതൊന്ന് കാണിച്ചേ. കാണിക്കാം, പക്ഷെ ഈ ട്രൂപ്പിൽ എനിക്ക് മെയിൻ സ്ഥാനം തരണം. ആദ്യം നീ കാണിക്കേ. ശരി, കാണിക്കാം. ഇപ്പൊ നമ്മുടെ ഉണ്ണി, ജിമ്മി, കൊച്ചാൻഡി ഒക്കെ എവിടെയുണ്ട്? അവരവിടെ ഉണ്ട്. അവിടെയുണ്ട്. ശരി, അവരെ 3 പേരെ ഞാൻ ഇതിനകത്താക്കും. അതാണ് മാജിക്. ഉണ്ണി, ജിമ്മി, കൊച്ചാൻഡി. അച്ഛൻ പോയി തുറന്നു നോക്കിയേ. തുറന്നു നോക്കുന്നേക്കുള്ള എന്നെ ഒന്നാമനാക്കണം. ഇനി ഇതിനകത്ത് ഉണ്ണി. ഇനി അത് തുറന്നു നോക്കൂ. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. ഇനി ഇത് മാത്രമല്ല, അച്ഛന് തന്നെ അച്ഛനെ കാണണം. ശരി, എന്നാ കണ്ണടച്ചോ. ഇനി കണ്ണ് തുറന്നേ. ഞാൻ പറഞ്ഞത്. അതെ, എന്റെ തലയിലത്തെ മുടി കൊഴിഞ്ഞു പോണല്ലോ തോന്നുന്നു. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ആണെന്നൊന്നും നോക്കൂല. താനെന്തിനാണോ ഞങ്ങൾ അച്ഛനെ കാണിച്ചു കൊടുത്തത്? അതെ, കൂടുതൽ ഷൈൻ ചെയ്യാൻ നിന്നാ ഇവിടെ നടന്ന യഥാർത്ഥ കാര്യം ഞാൻ അച്ഛനോട് പറയും. ഞാനൊരു തമാശ പറഞ്ഞു. മിമിക്രി പഠിക്കണ്ടേ? ഓക്കെ, അപ്പൊ ഞാൻ പാട്ട് പാടും. ഓരോ ആക്ടറിന്റെയും ആക്ഷനും ഫേഷ്യൽ എക്സ്പ്രഷനും മാറ്റി മാറ്റി കൊടുത്തോണ്ടേ ഇരിക്കണം. റെഡി? 1 2 3 സ്റ്റാർട്ട്. മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ, നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. ഉള്ളിൽ കടന്നു കരൽ കൊള്ളയടിക്കും, നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും. ആടാനും വരില്ല ഞാൻ, പാടാനും വരില്ല ഞാൻ, പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം, പാടത്തെ പച്ചക്കിളിയേ.
നീലിച്ച പുരികത്തിൻ പീലിക്കെട്ടൊഴിഞ്ഞെന്നെ തൂണാക്കി മാറ്റിയല്ലോ, എന്നെ നിന്റെ തൂണാക്കി മാറ്റിയല്ലോ. ചേലൊത്ത പുഞ്ചിരിയാൽ പാല് കുറുക്കി തന്ന് വാലാക്കി മാറ്റിയല്ലോ, എന്നെ നിന്റെ വാലാക്കി മാറ്റിയല്ലോ. മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണി വിളക്കേ, നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല മാടത്തിൻ മണി വിളക്കേ, നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. അപ്പൊ കൊയിലാണ്ടി പ്രോഗ്രാം നമ്മള് അലിക്ക രക്ഷപ്പെട്ടുള്ളൂ. പുറത്തൊരു വാഹനം നീക്കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അമീർ, ഇവിടെ തങ്ങുന്നത് അപകടമാണ്. ഏത് നിമിഷം പോലീസ് ഇവിടെ എത്തും. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, എത്രയും വേഗം. രക്ഷപ്പെടാം. അതിനു മുമ്പ് എന്റെ ഇക്കായെ കൊന്നവരെ എനിക്ക് കണ്ടെത്തണം. അതിനു വേണ്ടിയാ നിന്നെ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ജയിലിൽ നിന്നും രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നത്. എന്റെ ബാപ്പായും ഇക്കായും ജയിലിലായത് ആ തന്തയില്ലാ കഴിവരുകൾ മിമിക്രിക്കാർ കാരണമാണ്. അവരെ എനിക്ക് വേണം. നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. ഒരേ ഒരു കണ്ടീഷൻ, ഏത് വിധേനയും സുരക്ഷിതമായി എന്നെ മറുകരയിൽ എത്തിച്ചിരിക്കണം. ഐ മീൻ ഷാർജ. ആദ്യം ഈ വേഷമൊക്കെ ഒന്ന് മാറും. എല്ലാവർക്കും കരീന പൂ കൊടുത്തു എന്ന് കേട്ടു. എനിക്ക് മാത്രം തന്നില്ല. പക്ഷെ എനിക്കതിൽ പരിഭവമൊന്നുമില്ല കരീന. കണ്ടോ ചെമ്പരത്തി പൂ. ഇത് കരീനയ്ക്ക് തരാനായിട്ട് ഞാൻ ചെമ്പരത്തി വൃക്ഷത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറി പറിച്ചെടുത്തതാണ്. ഇവിടെ അത്രയും വലിയാണ്. ഇത് പിടി. എന്നെക്കാളും പൂ നന്നായി ചേരും. പൂ മാത്രമല്ല, കരീനയും എനിക്ക് നന്നായിട്ട് ചേരും. ആ കരീന, നാളെ എന്റെ അഴിഞ്ഞാട്ടാ, അല്ല അരങ്ങേറ്റം അങ്ങ് കൊയിലാണ്ടിയിൽ വെച്ച്. കാക്കിക്കുള്ളിലെ എന്റെ കലാകാരനെ ചവിട്ടി പുറത്തെടുത്തിട്ടിട്ട് ഞാൻ കാണിച്ചു തരും കരീന. കരീന വരില്ലേ എന്റെ കയറ്റം കാണാം? വരണം, ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓടിക്കോ, ഇന്ന് വേണ്ട, നാളെ എല്ലാരും ഓടിക്കോ, ഓടിക്കോ. എന്താ എന്താ ഒന്നും അറിയില്ല, ഓടാൻ പറഞ്ഞു. ഓടിക്കോ. കാസിംബായുടെ കൂടെയുള്ള അലിഖാൻ ജയിലിൽ ചാടി. ഇനി ഒരു നിമിഷം ഇവിടെ അലിഖാൻ നമ്മളെ തല്ലി കൊല്ലുവച്ചോ. ഞാൻ എന്റെ കടമക്കുടിയിലുള്ള കൊച്ചമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാൻ പോണേ. അലിഖാൻ ജയിൽ ചാടി എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ? അങ്ങനെയാണെങ്കിൽ കൊയിലാണ്ടിലെ പരിപാടിക്ക് പോകാതിരിക്കുന്നതാണ്. അത് ശരിയാവില്ല. എനിക്ക് ആദ്യമായിട്ട് ഒരു പരിപാടി കിട്ടിയപ്പോഴാ അത് കലക്കാൻ വേണ്ടിട്ട് അവന്റെ വൃത്തികെട്ട ജയിൽ ചാട്ടം. അതെ, ഇനി അലിഖാൻ അല്ലേ അത് ഷാറൂഖ് ഖാൻ വന്നാലും ശരിയാണ്. കൊയിലാണ്ടി പരിപാടി നമ്മൾ കളിച്ചിരിക്കും. നിങ്ങളേവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന കൊച്ചിൻ കലാദർശനയുടെ മാജിക്കൽ മിനിറ്റ്സ് മ്യൂസിക്കൽ നൈറ്റ് ഇതാ ആരംഭിക്കുകയാണ്. സഹൃദയരെ, ഭൂമിയിൽ നിന്ന് മരിച്ച് പരലോകത്തെത്തിയ രണ്ട് സ്ത്രീ പരേതാത്മാക്കളെ ചിത്രഗുപ്തൻ വിചാരണ ചെയ്യുന്ന അതിരസകരമായ ഒരു സ്കിറ്റാണ് ആദ്യമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പരേതാത്മാക്കൾക്കൊപ്പം നിങ്ങളേവരെയും യമലോകത്തേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഭൂമിയിൽ എന്തായിരുന്നു നിനക്ക് പണി? ശരി ശരി, ഈ പരലോകത്ത് സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്ന് നിനക്കറിയാലോ. എങ്കിൽ പറഞ്ഞു. കൊച്ചു കുടുംബത്തിൽ എത്ര മക്കളുണ്ടായിരുന്നു? അപ്പോ വല്ലാണ്ട് വിഷമിച്ച് കാണുമല്ലോ.
എല്ലാം സിസേറിയൻ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അയ്യോ, തള്ളേന്ന് വിളിക്കാൻ എനിക്കത്രക്ക് പ്രായമൊന്നുമില്ല. അപ്പൊ പിന്നെ എനിക്ക് സ്വർഗം കിട്ടില്ല കേട്ടോ. 12 മക്കളെ പെറ്റ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നിങ്ങളെ സ്വർഗത്തിലെ ആളായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ആ വഴിയെ പോയാൽ സ്വർഗം. എന്താ കയ്യിലിടാൻ പോലെ. Excuse me, Gupta ji. Yes. Your good name, please. My name is Padmakshi. Tamara. Lotus. Thank you, Gupta ji. Oh, what a luck. Gupta ji എന്താ തിങ്ക് ചെയ്യുന്നത്? Nothing. I think nothing. കുട്ടിയുടെ ലൈഫ് സ്റ്റോറി ഓപ്പൺ ചെയ്തോളൂ. എന്റെ ലൈഫ് ഒരു ഓപ്പൺ ഡിക്ഷണറി പോലെയാണ് ഗുപ്ത ജി. എന്റെ പ്രൈവറ്റ് അഫയേഴ്സിൽ പോലും ഒരു മായം ഞാൻ ചേർത്തിട്ടില്ല. മുഖത്ത് അല്പ ചായ കൂടുതലുണ്ടെങ്കിലും മനസ്സിൽ മായം ചേർക്കാത്ത സുന്ദരിയും മഥാലക്ഷ്യമായ പത്മാക്ഷി. ഞാൻ SSLCക്ക് പഠിക്കുമ്പോൾ ഒരാളെ സ്നേഹിച്ചിരുന്നു. വൺ മിസ്റ്റർ അബ്ദുൽ കലാം. ആ പേര് വളരെ ഫെമിലിയർ ആണല്ലോ. പ്ലസ് 1-ലായപ്പോൾ അനദർ വൺ സേതുരാമയ്യ. ഓ ശരിയായി. പ്ലസ് 2-ന് ചേർന്നപ്പോൾ അനദർ വൺ ഭരത് ചന്ദ്രൻ. IPS അല്ലേ? ഒടുവിൽ സ്നേഹവും പ്രേമവും മിഥ്യയാണെന്ന് പറഞ്ഞപ്പോ ഭാര്യയെ തല്ലിക്കുന്ന ഒരു രണ്ടാം കെട്ടുകാരനെ എനിക്ക് മാരേജ് ചെയ്യേണ്ടി വന്നു. വൺ മിസ്റ്റർ മത്തായി. ഇഞ്ചക്കാടൻ മത്തായിയാണോ? കറക്റ്റ്. അതെങ്ങനെ മനസ്സിലായി ഗുപ്ത ജി? ഞാൻ ചുമ്മാ ഗസ് ചെയ്തതാണ്. ആ കുട്ടിയെ കണ്ടിന്യൂ ചെയ്തോളൂ. ക്ലൈമാക്സിൽ അവസാനം മത്തായിയെ മക്കളെ ഉപേക്ഷിച്ച് അയാളുടെ ഇളയ സഹോദരൻ കോട്ടയം കുഞ്ഞിനോടൊപ്പം ഞാൻ ഒളിച്ചോടി. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? പറയണം ഗുപ്ത ജി, ഞാൻ ചെയ്തത് തെറ്റാണോ? ഒരിക്കലുമല്ല. അപ്പോ എനിക്ക് സ്വർഗം കിട്ടില്ലേ ഗുപ്ത ജി? ഒരിക്കലുമില്ല. ഒരു കാലത്ത് നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കില്ല. അത്രയ്ക്ക് പാപിയാണോ ഞാൻ? എന്നെ നരകത്തിലേക്കാണോ പറഞ്ഞയക്കാൻ പോകുന്നത്? അല്ല പത്മം, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നിന്നെ ഈ ചിത്രഗുപ്തന്റെ ബെഡ്റൂമിലേക്കാ കൂട്ടിക്കൊണ്ട് പോകുന്നേ. വരൂ ഡാളി. ഞാൻ പെണ്ണല്ല, കൊച്ചാൻഡിയാ. അളിയ അവൻ വിചാരിച്ച പോലല്ലട്ടാ. MC പോലീസ് കലക്കി. നമ്മുടെ ഗൗണ്ടർ കിറ്റ് അതിന്റെ മുകളിൽ നിൽക്കണം, അല്ലെങ്കിൽ തട്ട് കിട്ടും. അല്ല അവനിവിടെ പോയി നമ്മുടെ ജിമ്മി. അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും. നേരത്തെ സ്ത്രീകളുടെ ചിട്ടി കറങ്ങണ്ടായിരുന്നു. അത് പിന്നെ എവിടെ ചെന്നാലും അവന്റെ സ്ഥിരം പരിപാടിയാ. പണ്ട് ഇതേപോലെ ഒരു പ്രോഗ്രാമിനിടയിൽ ജിമ്മി ലേഡീസ് ടോയ്ലറ്റിനകത്ത് കയറിയപ്പോ ആൾക്കാർ ഇടി കൊടുത്ത് ഓർമ്മയുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, അവന്റെ മൊബൈൽ ഫോണിലൊന്ന് വിളിക്കുക, അല്ലെ പ്രോഗ്രാം കഴിഞ്ഞാൽ വന്നില്ലായിരിക്കും. സ്വിച്ച് ഓഫാ. എവന്റെ ഒരു കാര്യം, നീ പുറത്തോട്ടൊന്ന് പോയി നോക്കിയേ. ഡാൻസ് ഇപ്പൊ കഴിയൂട്ടാ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഗൗണ്ടറുടെ മോനില്ലെങ്കിൽ ക്ലൈമാക്സ് ജിമ്മി പരിസരത്തും കാണില്ലട്ടാ. സൂപ്പർ കോമഡി സ്കിറ്റ് ഗൗണ്ടർക്ക് പറ്റിയ അമളി. ട്രൈ അഗെയിൻ എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 3 ജിമ്മിയെ ലൈനിൽ കിട്ടുന്നില്ലല്ലോ അച്ചോ. ജിമ്മിക്ക് എന്തോ അപകടം സംഭവിച്ചു എന്ന് എന്റെ മനസ്സ് പറയുന്നു. പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരാളുമായിട്ട് സ്റ്റേജിന്റെ പുറകിൽ വെച്ച് അവൻ കാര്യമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. അതിനുശേഷമാണ് കാണാതായത്. ആരെങ്കിലും ആയിട്ട് സംസാരിച്ചു എന്ന് വെച്ച് അവനെ കാണാതാവാൻ അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. എനിക്കൊരു ഡൗട്ട്, ഇനിയിപ്പോ ജയിലിൽ ചാടി അലിയിക്കാൻ്റെ ആൾക്കാരായിരിക്കും അന്ന് വന്നത്. എന്റെ ഈശോയെ, ഒരു തരത്തിലും ഈ ഉള്ളവന് നീ മനസമാധാനം തരില്ല എന്ന് വെച്ച കഷ്ടാട്ടോ. ഇനി അവനെ എവിടെ പോയി അന്വേഷിക്കാനാ?